എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് എന്തിട്ട സംഭവം എന്നല്ലേ. വേറൊന്നുമല്ല മക്കളെ, നമ്മൾ ഇന്ന് ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടായിരിക്കില്ലേ. അപ്പോൾ നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ, ഒരു വെറൈറ്റി ഐറ്റം നമ്മുടെ കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കൊക്കെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണെന്ന് പറഞ്ഞൊരു വെറൈറ്റി ഐറ്റമൊക്കെ ഉണ്ടാക്കി കൊടുത്താലേ ആർക്കും ഇഷ്ടപ്പെടാത്തത്. അപ്പോൾ നമ്മൾക്ക് ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ദോശമാവിൻ്റെ ആ ഒരു ബാറ്റർ തന്നെയാണ് വേണ്ടത്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതിനുവേണ്ടി ഇവിടെ അരി ഉഴുന്ന് ഞാനിവിടെ കുതിർത്തെടുത്തിട്ടുണ്ട്. ഒരു 5 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ടതാണ്. 1 ഗ്ലാസ് അരിയും 1/2 കപ്പ് ഉഴുന്നും കൂടിയാണ്. അത് നന്നായിട്ട് കുതിർത്തെടുത്ത് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ്. അപ്പം അരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇതിനകത്തേക്ക് 1 കപ്പ് വെള്ള അവലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അവലില്ലെങ്കിൽ നമുക്ക് ചോറും ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളച്ചോറുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ കുറേശ്ശെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കണം. ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് തന്നെ ആയിരിക്കണേ. നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്നത് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആദ്യത്തെ ബാച്ച് ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. രണ്ടാമതും ഇതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അതും ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ, ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടല്ലോ, നല്ല പേസ്റ്റ് രൂപത്തിലാണ് അരച്ചെടുത്ത്. അല്പം ലൂസായിട്ട് ഇരിക്കണേ, ഒരുപാട് അങ്ങ് ടൈറ്റും ആകരുത്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പം തൈരാണ്. നല്ല പുളിയില്ലാത്ത തൈര് വേണേ. ഒരുപാട് പുളിയുള്ള തൈര് ചേർക്കരുത്, പുളിച്ചു പോകും. ഒരു 3 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ഇതിനൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റ് സമയം നമുക്ക് ഇതുപോലെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ല മിക്സ് ചെയ്യണം. അപ്പോഴാണ് നല്ല പൊന്തി വരിക മാവ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തവി കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല, ഇതുപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അടച്ച് നമുക്കൊരു 8 മണിക്കൂർ പുളിക്കാൻ വേണ്ടി മാറ്റി വെക്കണം. ചൂടുള്ള സമയമാണെങ്കിൽ നമുക്കറിയാം ഇത് പെട്ടെന്ന് തന്നെ പൊന്തി വരും. അപ്പം നമ്മുടെ ഒരു വ്യൂ ആണ്, ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. വലുതൊന്നും ഞാൻ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ അത് പുളിക്കാൻ വേണ്ടിയൊക്കെ വെച്ചിരിക്കുകയാണ് മാവ്. 8 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇത് മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. വെള്ളം കുറവെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 2-3 സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് ടൈറ്റ് ആകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് വേണേ. നമ്മൾ ദോശയ്ക്കൊക്കെ സാധാരണ എടുക്കുന്ന പോലെ തന്നെ. ഇനി നമുക്ക് അടുത്തായിട്ട് ചേർക്കേണ്ടത്, നമ്മൾ അപ്പമൊക്കെ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇതുപോലെ ഇഡ്ഡലി ചെമ്പിൻ്റെ പുറത്തേക്ക് ഇത് കണ്ടോ, ഇതുപോലെ ഒരു പാത്രം വെച്ച് എണ്ണയൊക്കെ തടവി ചൂടായി ആവി കയറിയിട്ടുണ്ട്. നന്നായിട്ട് ആവി കയറിയതിന് ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. മാവ് ഒരു 3-4 സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഇങ്ങനെ കട്ടി കൂടി പോലെ തീരെ കട്ടി കുറഞ്ഞും പോകരുത്. ആ ഒരു പരുവത്തിൽ നമ്മളിത് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകൊന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ കുരുമുളക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഭയങ്കര എരിവാണ്, ഇതെങ്ങനെ കഴിക്കുന്നു. പക്ഷേ ഈ കുരുമുളക് ഇങ്ങനെ ഇട്ട് കൊടുത്ത് അത് കുക്കായി വരുമ്പോഴത്തേനും ഇത് കുരുമുളക് ഇതിനകത്തുണ്ടെന്ന് പോലുള്ളൊരു ഫീലിംഗ് നമുക്ക് വരില്ല. എരിവ് അത് കുരുമുളക് അങ്ങനെ കടിക്കുകയൊന്നും ചെയ്യുന്നില്ല. ഇതിനകത്തേക്ക് ചേർത്തെടുക്കുക. പിന്നെ നമുക്ക് കളറിന് വേണമെങ്കിൽ ഒരു ചുമന്ന പൊടി വേണമെങ്കിൽ, ചുമന്ന മുളക് പൊടി ഉണ്ടല്ലോ, അതും അല്പം വേണമെങ്കിൽ വിതറി കൊടുക്കാം. ഒരു അല്പം കളർഫുള്ളൊക്കെ ആയിട്ട് കിട്ടണമെങ്കിൽ. എരിവില്ലാത്ത മുളകൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും, കളറും കിട്ടും, ഭംഗിയും കാണും. അപ്പോൾ ഇതായിട്ട് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം വേണം നമുക്കിനി കട്ട് ചെയ്യാൻ വേണ്ടിയേ. നമ്മൾ ഈ പ്ലേറ്റിലേക്ക് ഇങ്ങനെ എണ്ണ തീർച്ചയായിട്ടും തടവണം. അല്ലെങ്കിൽ എണ്ണ തടവുന്നില്ലെങ്കിൽ അടിയിലൊരു എന്താ പറയുന്നത്, വാഴയില വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ, പെട്ടെന്ന് വിട്ടുപോരാൻ. ഇനി തണുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ചട്നി തയ്യാറാക്കാം. മല്ലിയിലയാണ് ഇടുന്നത്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക മിക്സിയുടെ ജാറിലേക്ക്. പിന്നെ ഒരു 2 പച്ചമുളകും കൂടെ, 2 പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു 1-2 വെളുത്തുള്ളിയുടെ അല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളിയുടെ അല്ലി ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതാണ്, ചെറിയ ജീരകം, അതുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് ഒരു വറ്റൽമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്താണ്, അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം എരി കൂടി പോകാതെ നോക്കണേ.
ഒരു 10 അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഈ നിലക്കടല തൊലി പൊളിച്ചുണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ പകുതി ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്. അപ്പം 2 പച്ചമുളക് എന്നുള്ളത് എരിവിൻ്റെ അനുസരിച്ച് വേണം കേട്ടോ ഇടാൻ. പിന്നെ ഇതിൻ്റെ നല്ലൊരു കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടി ഐസ് ക്യൂബാണ്. ഒരു 5-6 ഐസ് ക്യൂബും കൂടെ ഇട്ട് അടിക്കുവാണെങ്കിൽ ചട്നിക്ക് നല്ല കളറൊക്കെ കിട്ടും. ഇതേപോലെ ചട്നി ഇതാ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പം കാഷ്യൂനട്ടൊക്കെ ചേർത്തുകൊണ്ട് ടേസ്റ്റും ഉണ്ട്, കുറുകിയാണ് ഇരിക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ വീട്ടിലെ വട്ടയപ്പമൊക്കെ കട്ട് ചെയ്തെടുക്കുകയല്ലേ, അതുപോലെയാണ്. അപ്പോൾ എൻ്റെ അത് ഇച്ചിരി കട്ടി കുറഞ്ഞു പോയോ എന്നൊരു സംശയം. ഒരു തവിയും കൂടെ ഒഴിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അടിയിലൊരു വാഴയില ഉണ്ടെങ്കിൽ അത് നമുക്ക് നല്ല ഈസി ആയിട്ട് പാത്രത്തിലൊന്നും പിടിക്കാതെ എടുക്കാൻ പറ്റും കേട്ടോ. അത് നിങ്ങളങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല കാര്യമായിരിക്കും. അടിയിലൊരു ഇല വെച്ചിട്ട്. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ഇഡ്ഡലിയും ദോശയൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വെറൈറ്റി ആയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. നമുക്കറിയാം നമ്മുടെ സാധാരണ ദോശ ബാറ്റർ തന്നെയാണ്. ഇതിലേക്ക് പ്രത്യേകിച്ച് തന്നെ ഇത് ഈ കുരുമുളക് അല്പം വിതറണമെന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പം ഓരോ കഷ്ണങ്ങളായിട്ട് നമുക്കിതുപോലെ ഒന്ന് അടർത്തി എടുത്ത് കൊടുക്കണം. ഇപ്പം ഞാനിതെല്ലാം സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്, മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തേക്ക് അല്പം മല്ലിയിലയും കൂടി ഇതുപോലെ തൂവി കൊടുക്കുന്നുണ്ട്. കുക്ക് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ അതിൻ്റെ പുറത്ത് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനകത്ത് ഫിക്സായിട്ടിരുന്നോളും. അപ്പോൾ ഇവിടെ ഗ്രീൻ ചട്നിയും അതുപോലെ തന്നെ ഒരു കോക്കനട്ട് ചട്നിയും സാധാരണ ദോശയുടെ ചട്നിയും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിക്കുന്നുണ്ട്. വായിലിട്ട് ഇതിന് ഒരു ചട്നിയുടെ ആവശ്യം തന്നെ ഇല്ല. ഇത് വായിലല്ലാതെ തന്നെ ഇട്ടാലും കലുത്ത് പോയിക്കോളും. അതേപോലെ സോഫ്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ചട്നിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഗ്രീൻ ചട്നി ഇഷ്ടമില്ലാത്തവർക്ക് സാധാരണ കോക്കനട്ട് ചട്നി ഉപയോഗിക്കാം. ഇപ്പം ഗ്രീൻ ചട്നിയൊക്കെ ഇഷ്ടമില്ലാത്തവരൊന്നും ആരും കാണത്തില്ല. അപ്പം ഇതുകൊണ്ട് ഇതേ രീതിയിൽ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.